ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് നമുക്ക് കിച്ചൺ ക്യാബിൻ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് കാണാട്ടോ. ഇത് കുറേ മാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ച ഒരു കാര്യമാണ്, വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അത് ഞാൻ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകിയതാണ്. ഇപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഒരു പ്രിയ പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. ആ കുട്ടി ഇതിന് മുൻപും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ ചോദിച്ചതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ. അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്തതൊന്ന് കാണിക്കാം. വാ. അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? വരും നോക്കട്ടെ. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. കിച്ചണിനല്ല, സ്റ്റവിൻ്റെ അടുത്ത് നിന്നുള്ള ടാൻഡം ബോക്സ് എന്ന് തുടങ്ങാം അല്ലേ. ഇത് ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, എന്നാലും അവിടെ നിന്ന് തുടങ്ങാം. ഇതിൽ ചില ക്യാബിൻസ് ഒക്കെ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്, എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. വരും. കണ്ടണേ, ഇത് കണ്ടതല്ലേ? ഇതിൽ ഇങ്ങനെ വലിയ കയ്യിലുകൾ പോലുള്ളത് ഈ സൈഡിൽ, സ്പൂണും ഫോർക്കൊക്കെ ഇവിടെ. പിന്നെ എന്താ, ഇത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്ക്രാച്ച് ഒക്കെ വീഴില്ലേ. അപ്പോൾ അതാണ് ഈ മെറ്റീരിയൽ. ഇത് ഐക്യേൻ്റെ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. സിസേഴ്സ്, പിന്നെന്താ പീലർ, നൈഫ്. പിന്നെ ഇത് രണ്ടെണ്ണം അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇട്ടു. ഇതിൽ വേറെ ഏതൊക്കെയോ മസാല കടുകിലേക്കൊക്കെ ഇട്ടതാണ് തോന്നുന്നത്. കടുക് ഉലുവയൊക്കെ ഇട്ടതിൻ്റെ ബാക്കി വന്നത് ഇവിടെ ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പപ്പടക്കോല് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനത്തെ കുറച്ച് വലിയ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ അതിലിങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ. ഒരു സ്പൂണും ഇവിടെ കിടക്കില്ല, ഒക്കെ ഇവിടെ കിടക്കുള്ളൂ. കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ മാറിക്കിടക്കാൻ. അപ്പം തന്നെ മാറ്റി വയ്ക്കും. എങ്ങാനും മാറിയിട്ടുണ്ട് അങ്ങനെ വയ്ക്കും. അപ്പം പിന്നെ കിച്ചൺ ടവല് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കും, ഇവിടെ വയ്ക്കും, അങ്ങനെ ഇരിക്കും. അതാണ് ഫസ്റ്റ് ഡ്രോ. സെക്കൻഡ്, ഇത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടല്ലോ. ഇതേതാണ്? നെസ്റ്റേഷ്യൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇതൊക്കെ പലപ്പോഴായിട്ട് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഗ്ലാസ്. പിന്നെ ഇത് അതെ നെസ്റ്റേഷ്യൻ്റെ ആണ്. ഇതൊരു സെറ്റാണ് കേട്ടോ. പിന്നെ ഇതും അതെ നെസ്റ്റേഷ്യൻ്റെ ആണ്. ഇത് വേറൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് കണ്ടിട്ടില്ലേ. പിന്നെ ഇത് ബ്രഷ്, എന്താ പറയുക, ഐക്യേൻ്റെ ബ്രഷാണ്, ഇങ്ങനെ കുപ്പിയൊക്കെ കഴുകാനുള്ളത്. പിന്നെ ചപ്പാത്തിക്കോല്, നൈഫ്. ഇതൊക്കെ ഈ നൈഫ് അത്ര പോരാ, നമ്മളെ ഒരു ലുക്കില്ലാത്തൊരു നൈഫില്ലേ, അതാണ് നല്ലത്. ഇതിങ്ങനെ ലുക്കേ ഉള്ളൂ, പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ആക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം അത്. പിന്നെ ഇനി പിന്നെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പുൾ ഔട്ട് ട്രേ ആണ്. ഇതിങ്ങനെ എന്താ പറയുക, സ്റ്റൗവിൻ്റെ അടുത്ത് ഈ സൈഡിൽ തന്നെ ആണ് വെക്കുന്നത്. കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത് ഈ സൈഡിൽ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ എന്താ പറയുക, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഈ ഭാഗത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ എടുക്കാൻ ഇത് മുകളിലുള്ള ക്യാബിനിൽ സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലങ്ങനെ തന്നെ. ഇതിലെന്തൊക്കെയാ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, അങ്ങനെ എന്തൊക്കെയോ കുറേ അങ്ങനത്തെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് ഓൾ സ്പൈസസ്. ഇത് ഉണക്കമുളക് കഴുകിയിട്ട് വെച്ചതാണ്. ചിലപ്പോൾ ഞാൻ തണ്ടൊക്കെ കളയും, ചിലപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ വറുത്തിടുന്നതിലേക്കൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അങ്ങനെ ഇതിൻ്റെ താഴെ അങ്ങനെ തന്നെ. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. വാ. ഇത് കുറച്ച് ബോട്ടിലുകളാണ്. ഇത് ഞാൻ ഓരോന്നും ഇട്ട് വെച്ച പാത്രങ്ങളൊക്കെ നമ്മൾ അതിലെ കഴിയുമ്പോൾ, ഇപ്പം പരിപ്പ് അങ്ങനത്തെ ഓരോ ഇതുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ, അത് കഴിയുമ്പോൾ ഞാൻ കഴുകി ഇങ്ങനെ വെച്ചതാണ്. ഇനി അതിൽ വരുമ്പോൾ അതിൽ നിറച്ച് വെക്കും. പിന്നെ കുറച്ച് അധികമുള്ള കുപ്പികളും ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എപ്പോഴെങ്കിലും എടുക്കാതെ വെച്ച് ഇതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കുറേ തരം അരികളാണ്. ഇത് അരിപ്പൊടിയാണ്. ഇത് പിന്നെ പാസ്ത അല്ലെങ്കിൽ മക്രോണി എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്
പിന്നെ ഇത് പിന്നെ പായസം റൈസാണ്. ഇത് വേറെന്തോ അരിയാണ്, എന്താണ്, മന്തി റൈസാണ്. എന്താ പറയുക, ജീരകശാല റൈസ്, പച്ചരി. ഇത് അരിപ്പൊടിയാണ്. അതേപോലെ ഇത് ഉണക്ക മാങ്ങ, അല്ല മാങ്ങ ഉണക്കിയതാണ്. അന്ന് ഞാൻ മാങ്ങ ഉണക്കി വെച്ചില്ലേ, അതൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ അച്ചാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വെച്ച് ചെയ്താണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് മല്ലിയാണ്. രസത്തിനൊക്കെയാണ് അധികം എടുക്കാറ്. രസത്തിന് അധികം എടുക്കാറല്ല, രസത്തിന് മാത്രമേ ഞാനിത് എടുക്കാറുള്ളൂ. ഇതിങ്ങനെ കഴുകി ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഇത്രേ ഇവിടെ ഉള്ളൂ. ഇതിന്റെ ബാക്കിലൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ. ഈ മുന്നിലിരിക്കുന്ന പാത്രം മാത്രമേ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കിലൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒന്നും വെക്കാനില്ല. ഇതെന്താണെന്നറിയോ, ഇത് ഇങ്ങനെ എന്താണ്, മോട്ടറിലേക്ക് പോകുന്ന എന്തൊക്കെയോ കണക്ഷനൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അങ്ങനെ. പിന്നെ ഈ ക്യാബിനെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡും WPCയും വെച്ചിട്ടാണ്. അതൊക്കെ ഞാൻ മുൻപ് കിച്ചൺ ടൂറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. PU പെയിന്റ് ആണിത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ കൂടി പറയാൻ നിന്നാൽ വലിയ വീഡിയോ ആയിപ്പോവും. ഇനി അടുത്തത് എനിക്ക് സൂര്യൻ എൻ്റെ കൂടെ ഇരുന്ന. ഇനി ഇതാണ്. ഇതിലൊന്നും കാര്യമായിട്ടില്ല. ഇതിൽ ഈ കാസറോള്, ഇതെപ്പോഴും കാണുന്ന കാസറോളല്ലേ, ഇത് കാസറോള്. ഇത് ഓൺലൈൻ അല്ല കേട്ടോ. ഇതൊരു ഇത് കോട്ടക്കലുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനിലാണ്. ലിങ്ക് ഇപ്പോൾ കിട്ടൂല. ഇത് കെരോട്ടിൻ്റെ ആണ്. അതിപ്പോൾ ആമസോണിലാണ് മുൻപ് വാങ്ങിച്ചതാണ്. 2 വർഷം ഇത് വീട് ഇരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഞാൻ. ഇപ്പം അത് അതിൽ കാണാനില്ല. ഇപ്പം കെരോട്ടിൻ്റെ സാധനങ്ങൾ ആമസോണിൽ കാണാനില്ല. വേറെ ഏതോ, ഈ ഒരു കളറിലുള്ളത് വേറെ ഏതൊരു പ്രൊഡക്റ്റ്, വേറെ ഏതൊരു ബ്രാൻഡിൻ്റെയാണ്. ഇനി അടുത്തത് ഇത്. അപ്പം പറഞ്ഞില്ല, ഇതിൻ്റെ അടിയിലൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ വെക്കാനൊന്നുമില്ല. ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നതാണ്. പിന്നെ ഇനി ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് ഫ്രൈയിങ് പാന് അന്ന് കാണിച്ചില്ലേ, എന്താണ്, നസ്തേഷ്യൻ്റെ ഒക്കെയാണത്. ഇത് വേറെ ഇതിൻ്റെ. ഇത് ദോശയൊക്കെ ഉണ്ടാക്കാനുള്ളത് പിജിയൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും എടുക്കുന്നതാണ് പിജിയൻ്റെ. ഇത് അതേ ഫ്രൈയിങ് പാനാണ്. എപ്പോഴും കാണാം ഇതിലൊക്കെ, വീഡിയോയിലൊക്കെ എപ്പോഴും കാണാറില്ല അതന്നെ. ഇതൊരു സെറ്റായിട്ടുള്ളതാണ്. ഇതും അതിനകത്തുണ്ട്. അതിനകത്തിലേക്കേ അത് ഞാൻ വീഡിയോ ഇങ്ങോട്ട് എടുത്തു എന്നാലേ കാണുള്ളൂ. ഞാനും സൂര്യനും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മാറി നിന്നതാണ്. ഇതിനകത്തേക്ക് കുറേ സ്ഥലമുണ്ട്. ഇതിൻ്റെ ഈ അറ്റം വരെ ഉണ്ടായിരിക്കേ. അതിനകത്തേക്ക് ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങൾ. എന്താ, ഇതൊരു ബിരിയാണി. ഇതൊരു ബിരിയാണി വലിയ പാത്രമാണത്. അതിൻ്റെ ഉള്ളിലുണ്ട്. അത്ര വലിയ പാത്രമല്ല കേട്ടോ. ഇവിടെ എനിക്ക് അങ്ങനത്തെ വലിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊന്നും ഇല്ല എനിക്ക്. ഞാൻ അവിടെ ഇരിക്കാം. ഇനി ഇങ്ങോട്ട് വാ. ഇനി ഇതിൻ്റെ അടിയിൽ ഇത് പുളിയാണ്. ഇത് 2 വർഷമായി ഇട്ട് വെച്ചിട്ട്, അല്ല 2 വർഷമല്ല, 1 വർഷം. കഴിഞ്ഞ വർഷം ഇട്ടിട്ടില്ല. ഇവിടെ പുളിയൊന്നും അധികം ചിലവില്ലല്ലോ. ഇത് പണിയാരം ചെയ്യുന്ന, അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഇത് ഞാൻ ലിങ്ക് കിട്ടുന്നതെല്ലാം ഓൺലൈനിൽ ഞാൻ അതിലിട്ടേക്കാം കേട്ടോ. ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് പ്രസ്റ്റീജിൻ്റെയാണ്. പിന്നെന്താ, ഇത് നമ്മൾ ഈ കാർത്തിക വിളക്കിന് വെക്കില്ലേ, കാർത്തിക വിളക്കിന് വിളക്ക് വെക്കില്ലേ, അതാണിത്. അത് അങ്ങനത്തെ ചിരാത് അതിലിട്ട് വെച്ചിരിക്കുകയാണ്. കുറേ ഉണ്ട്. അപ്പം അതങ്ങനെ ആ ബാഗിൽ ഫുള്ള് അങ്ങനെ എപ്പോഴും എടുക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും എടുക്കും. ഇത് സെറാമിക് പാത്രങ്ങളാണ്. ഇത് എപ്പോഴും എടുക്കുന്നതാണ്. പിന്നെ ഇതൊരു കടായി. പിന്നെ ഉള്ളത് ഇതാണ് വെളിച്ചെണ്ണയും വിനാഗിരിയാണ് കേട്ടോ. വെളിച്ചെണ്ണ പിന്നെ ഞാൻ ആ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കും. വിനാഗിരി പിന്നെ കുറഞ്ഞ കുപ്പിയിൽ തന്നെ വെക്കുള്ളൂ. അപ്പോൾ ഈ ക്യാബിനും കഴിഞ്ഞു. ഇനി നമുക്ക് സിങ്കിൻ്റെ താഴെയുള്ള ക്യാബിൻ നോക്കാം കേട്ടോ. ഇതിനടിയിൽ ഈ സിങ്ക് അധികം യൂസ് ആക്കാത്തതാണ്. അധികം നല്ല, ഞാൻ വേസ്റ്റ് ഉള്ളതൊന്നും ഇവിടെ കഴുകുക ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴുകുക, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് പാത്രം സോപ്പിട്ട് കഴുകുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ഉള്ളതൊന്നും കഴുകുക അങ്ങനെയൊന്നുമില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ എന്തും സൂക്ഷിക്കാം. ഇത് കൂടെ വേസ്റ്റ് വാട്ടർ ഒന്നും പോകുന്നില്ലല്ലോ.
ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചട്ടി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെക്കാം. ഒരു ചട്ടി ഇതിൽ മിസ്സിങ് ഉണ്ടല്ലോ, ആ ഒരു ചട്ടിയിൽ മോര് കാച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റീലിൻ്റെ ഒരു പാത്രം, ഇതൊക്കെയാണ്. പിന്നെ ഇത് എന്തൊക്കെയോ കുറേ കേബിളും അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ്. ഇതിലൊക്കെ കേബിൾ എന്തൊക്കെയാ, സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എന്തൊക്കെ ഉണ്ടാവില്ലേ, ടൂൾ ബോക്സ് പോലെ. ടൂൾ ബോക്സ് അല്ല, എന്തൊക്കെയോ സ്ക്രൂസ്, കേബിൾസ്, അങ്ങനെ എന്തൊക്കെയോ ഉള്ള സാധനങ്ങൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ഇതിലില്ല. അപ്പം അത് കഴിഞ്ഞു. ഇനിയുള്ളത് അതിനടുത്ത് തന്നെ ഇത് എന്താ പറയുക, പൊട്ടറ്റോ, സവാള അങ്ങനത്തെ ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിലടിയിൽ പൊട്ടറ്റോ, പിന്നെ സവാള, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ഇത് ഐക്യാൻ്റെ ആണ് കേട്ടോ ഈ ട്രോളി. ഇത് മാത്രമേ അതിൻ്റെ ഉള്ളുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ചേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. ഇത് അങ്ങനെയുള്ളത് മാത്രമേ ഇതിനകത്ത് ഈ ഉള്ളി ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാബിൻ ചെയ്തിരിക്കുന്നത്. അതിനാണ് ഇതിങ്ങനെ എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി അവിടെയാണ് കാണിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. ഈ കിച്ചൻ്റെ സൈസ് 330x288 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ചെറിയൊരു കിച്ചണാണ്. ഇതിൽ എപ്പോഴും കാണുന്നതല്ലേ നിങ്ങൾ, ഇതിലുള്ള എങ്ങനെയൊക്കെയാണ് ക്യാബിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടതാണ്. ഇനി ആ സൈഡിലുള്ളത് കൂടി കാണിച്ചു തരാം. ഇതിനകത്ത് മിക്സി, ജ്യൂസർ, പിന്നെന്താ ചോപ്പർ, പിന്നെന്താ ഹാൻഡ് മിക്സർ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. കൂടാതെ ഇത് കൂടി ഉണ്ട്, എന്താ നൂൽപുട്ടുണ്ടാക്കുന്ന സേവനാഴിയില്ലേ, അതിൻ്റെ ചില്ലുകളൊക്കെ കുറച്ച് അങ്ങനെയുള്ള ഒരു പാത്രത്തിലൊക്കെ അതിനകത്തുണ്ട്. ഇതെല്ലാം സ്റ്റീൽ പാത്രങ്ങളാണ്. എന്താ പറയുക, സ്റ്റീമറും ഇഡ്ഡലി പാത്രം, അങ്ങനെ 1, 2 അതാനായി അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ലേ. ഈ പാത്രത്തിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കിട്ടുന്നതൊക്കെ കൊടുക്കാം. ഐക്യൻ്റെ ഒന്നും ലിങ്ക് ഉണ്ടാവില്ല. അപ്പം അത് ഇനി ഇതിൻ്റെ അടുത്തുള്ളത്, ഇതിലൊന്നും സാധനങ്ങളില്ല. ഇത് കുറച്ച് പ്ലേറ്റ്, ഇത് ഈ ട്രേ അതിനകത്തുള്ളതാണ്, ടാൻഡം ബോക്സിനകത്തുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ ഇവിടേക്ക് എടുത്ത് വെച്ചതാണ്. അത് ഗ്ലാസ്, അത് കുറച്ചു കാലം പുറത്തിരിക്കുന്നുണ്ടായിരുന്നു, ഈ കൗണ്ടർ ടോപ്പിനോളം ഇരിക്കുന്നുണ്ടായിരുന്നു, ആ ഗ്ലാസ് ഇരിക്കുന്നതില്ലേ അത്. പിന്നെ എന്താ, ഇത് നമുക്ക് ഇങ്ങനെ ഗ്രോസറി ഒക്കെ കൊണ്ടുവരുമ്പോഴേ ചിലപ്പോൾ ഞാൻ അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പാത്രത്തിലിട്ട് വെക്കുക, ബോട്ടിലിട്ട് വെക്കുക ഒന്നും ചെയ്യില്ലല്ലോ. അല്ല, ഞാൻ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുവന്ന വഴിക്കൊന്നും ചെയ്യാറില്ല, ചിലപ്പോഴൊക്കെ. അപ്പം ഞാൻ അതൊക്കെ ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് എടുത്ത് വെക്കും. പിന്നെ സൗകര്യമുള്ളപ്പോൾ അതിലേക്കൊക്കെ എടുത്ത് ഇങ്ങനെ ബോട്ടിലൊക്കെ നിറച്ചൊക്കെ വെക്കുക ചെയ്യും. ഇതിലിപ്പോൾ എന്താ അധികമൊന്നുമില്ല. ഇനിയൊക്കെ ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം. ഇത് ഐക്യൻ്റെ ബോക്സാണ് കേട്ടോ. ആട്ട ഇനി അതിലേക്ക് ആക്കാനുണ്ട്, കുറച്ച് ഉപ്പുണ്ട്, വേറെ ഒന്നും കാര്യമായിട്ടില്ല. പിന്നെ ഈ ഇരിക്കുന്ന എന്താണ് തൂക്കുപാത്രമൊക്കെ അമ്മയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ് ഇത്. പിന്നെ ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ളതാട്ടോ. ഇതിപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് കറി ആക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് അമ്മയ്ക്ക് തന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകും. ഇത് നൂഡിൽസ് ഒക്കെയാണ്, സൂര്യൻസ്. ഇത് സൂര്യൻ്റെ ഈ ബോക്സ് ഉണ്ടല്ലോ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് കുറേ ചോക്ലേറ്റ് ആക്കിയിട്ട് രജനി ഇത് എനിക്ക് കൊടുത്തയച്ചതാണ്. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് ഇനി കാണിക്കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇപ്പം കാണാനുണ്ടല്ലോ, ഒക്കെ എപ്പോഴെപ്പോഴും കാണുന്നതല്ലേ. ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കുറേ ഐക്യേൻ്റെ ഉണ്ട്, നെസ്റ്റേഷ്യൻ്റെ ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ്. ഇത് നിയോഫ്ലാമിൻ്റെ ആണ് ഈ ഇരിക്കുന്നത്. പിന്നെന്താ, അങ്ങനെ ഇത് കാണിച്ചിട്ടില്ല അല്ലേ, അല്ല ആദ്യം. ഇനി ഇതിൽ മൈദ, ഇതെന്താ സോയാ ചങ്ക്സ്, ഇത് ഒഴിഞ്ഞൊരു പാത്രം. ഇത് ആട്ട ഇട്ട് വെക്കാനുള്ളതാണ്. അത് ഞാൻ ആദ്യത്തത് കഴിഞ്ഞപ്പോഴേ കഴുകി വെച്ചതാണ്. ഇനി അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുടന്നു വഴിക്ക് അങ്ങനെ എടുത്ത് വെക്കുന്നതിൽ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റണം. ഇത് പിന്നെ ചിമ്മിയുടെ കൂടാണ്. ഇതിനകത്ത് ഇതേപോലെ കുറച്ച് സ്റ്റോറേജ് ബോക്സസ് ഒക്കെയാണ്. അപ്പം അത് പിന്നെന്താ, പിന്നെ കൗണ്ടർ ടോപ്പിലിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഇനി കാണിക്കണ്ടല്ലോ, എപ്പോഴും കാണുന്നതാണല്ലോ. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു
സെറാമിക് ജാറാണ് കേട്ടോ. എന്താ കോഫി അല്ല ചായ ഇങ്ങനെ ചായ ആറ്റില്ലേ അതിനും, പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ അതിൻ്റെ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തിലേക്കൊക്കെ എടുത്ത് ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് വർക്ക് ഏരിയ പോവാം. ഇത് വർക്ക് ഏരിയ അല്ല, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തിന് ഈ സിങ്കിൻ്റെ അടിയിലുള്ള ക്യാബിൻ ആദ്യം കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് കുറച്ചധികം എന്തൊക്കെയോ അൽക്കുൽക്കായിട്ടിരിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. സോ എന്തൊക്കെയോ ഉണ്ട്, ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിനകത്താണ് വിമ്മും വിമ്മ് എന്താ പറയുക ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഇരിക്കുന്ന. ഇത് ചെടിക്ക് നനയ്ക്കുന്നത്. ഇത് എന്താ പറയുക വാഷിംഗ് ലിക്വിഡ്. ഇത് മണ്ണെണ്ണ. പിന്നെ ഉറുമ്പിന് ഇടുന്നല്ലേ ലക്ഷ്മണരേഖയല്ലേ അത്. പിന്നെ ഇതിനകത്തൊക്കെ തുടയ്ക്കാനും ക്ലീൻ ആക്കാനൊക്കെ ഉള്ള തുണികളും ഒക്കെയാണ്. ഇവിടെ ഞാനൊരു തുണി ഇടാറുണ്ട്. ഇവിടെ നിന്നിട്ടാണല്ലേ ഞാൻ പാത്രം കഴുകുക. അപ്പോൾ എനിക്കിങ്ങനെ താഴത്തേക്ക് തുള്ളി വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് കൂടെ നടക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ അപ്പോഴേ തുടയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തുണി. എന്നാൽ മാറ്റ് ഇടില്ല. മാറ്റ് ഇട്ടാൽ അങ്ങനെ തുടയ്ക്കാൻ പറ്റില്ലല്ലോ, അതിലിങ്ങനെ കയറി നിൽക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒറ്റ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ തുടയ്ക്കണം. അപ്പോൾ അത്. ഇനി ഇതിനകത്താണ് ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ. അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നത്. എണ്ണയൊക്കെ തേച്ചിട്ട് വെക്കുന്നതല്ലേ, അപ്പം അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പാത്രങ്ങൾ. ഇങ്ങനത്തെ കുറച്ച് കാസ്റ്റ് അയൺ ഞാൻ വേറെ ഉപയോഗമില്ലാത്തൊരു പാത്രം എൻ്റെ അടുത്തില്ല. എല്ലാം യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതില്ല. ഇത് കുക്കറുകൾ. ഇത് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ. ഇരിക്കുന്നത് ഒരു കുക്കർ. ഇത് ഗൾഫിൽ നിന്ന് ഉള്ള കുക്കറാണ്. 5 ലിറ്ററിൻ്റെ. ഇത് എന്നും ചോറ് വെച്ചിരുന്ന കുക്കറാണ്. ഇപ്പം ഇതിനധികം യൂസ് ഇല്ല. അപ്പം അതങ്ങനെ അവിടെ. പിന്നെ ഇതാണ് ഒരു വലിയൊരു ക്യാബിനുള്ളത്. ഇതങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. അതായത് വല്ല ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നീക്കി വെക്കണമെങ്കിൽ നല്ലത് ഇങ്ങനത്തെ നല്ല വെച്ചിട്ട് ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അരിയാണായിരിക്കണേ. അപ്പുറത്ത് എന്താ പറയുക റിംഗ് ലൈറ്റ് ഇല്ലേ, റിംഗ് ലൈറ്റാണ് ഇരിക്കുന്നത്. ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിരുന്നു. അത് അധികം യൂസ് ഇല്ല. അതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പിന്നെ അത് കുറച്ച് പ്ലാസ്റ്റിക് കവറും ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള ഇത് ഐക്യേൻ്റെയാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ ഇതിരിക്കുന്നത് കുറച്ച് എന്തൊക്കെയോ കവറുകളും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പേപ്പർ കവറുകളൊക്കെ ഉണ്ടാവില്ലേ, അതും അങ്ങനെ എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ ക്യാബിൻ. പിന്നെ ഇവിടെയുണ്ട്. ഇത് പിന്നെ ബ്രഷ്, ചൂല്, മുറം, എന്താ പറയുക മടാൾ എന്നല്ല എല്ലാവരും പറയാ. എന്താ പറയുക മടാൾ. ഞങ്ങളിവിടെ മടവാൾ എന്നായിരിക്കാം. മടാളിന് ഷോർട്ടായിട്ട് പറയും. അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതിൽ പുളി 2 കൊടംപുളി ഉണ്ട്, വാളൻപുളി ഉണ്ട്. ഇത് പിന്നെ PGൻ്റെ ഒരു കടായിയാണ്. ഇത് പിന്നെ സ്ഥിരം സ്ഥലം ഇവിടെയാണ് ഇതിൻ്റെ. അങ്ങനെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ. ഈ അരിയിട്ട് വെക്കുന്ന പാത്രം, ചോറ് വെക്കുന്ന ഈ ഹോട്ട് ബോക്സ് ഇല്ലേ, അത് വാർക്കുന്നത്, പപ്പട ടിന്ന് ഈ ദാഹശമിനി അത് ഇവിടെ തന്നെ, കട്ടിംഗ് ബോർഡ് ഇവിടെ തന്നെ, ചിരവ, ഇടിക്കുന്ന കല്ലില്ലേ ഇത്, വെള്ളം തിളപ്പിക്കുന്ന ദാഹശമിനി ഇട്ടിട്ടുള്ള വെള്ളം തിളച്ച് അത് ഇവിടെ തന്നെ. ഇവിടെയാണ്, വേറെ എങ്ങോട്ടും മാറ്റി വയ്ക്കൊന്നുമില്ല. ഇതൊക്കെ സ്ഥിരമായ ഇതിൻ്റെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതങ്ങനെ. അപ്പം ഇത്രയൊക്കെയാണ്. ഇപ്പം എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ. പിന്നെ ഉള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഷീറ്റ് ഇങ്ങനെയുള്ള ഈ ഷീറ്റ് ഇടില്ലേ നമ്മളിതാ ഈ ഷീറ്റ്, ഇത് ഞാനും ചിലതിലൊന്നും യൂസ് ആക്കിയിട്ടില്ല. ചിലതിലൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇത് ഈ ഭാഗത്തൊന്നും ഇട്ടിട്ടില്ല, ചിലതിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ. അത് അന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ തുടയ്ക്കാനൊക്കെ എളുപ്പം അതില്ലാത്തതാ തോന്നും. ഇങ്ങനെ ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മുകളിൽ
ഇങ്ങനെ വര വീഴോ ഒന്നുമില്ല. നമ്മൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരുവിധമല്ല ഇപ്പം എല്ലാം കണ്ടില്ലേ. അവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അതാ മുകളിൽ നമുക്ക്. പക്ഷെ ഒന്നും വെക്കാറില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. ഇവിടെ തന്നെ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത് കാണിച്ചോ? ഇല്ലല്ലോ, ഇല്ല, ഇത് കാണിച്ചിട്ടില്ല. ഇതിലിങ്ങനെ എന്തൊക്കെയാ പരിപ്പ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പഞ്ചസാര, അവില്, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ അധികം ഉള്ളത് ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് രണ്ടും റവയും പുട്ടുപൊടിയും. നല്ല രസല്ലേ കുപ്പി കാണാൻ. ഇത് ഫെമോറയുടെ ആണോ തോന്നുന്നുണ്ട്. അതെ, ഇത് ഹോം സെന്ററിന്റെ ആണ്. പിന്നെ പിന്നെ നെസ്റ്റേഷ്യന്റെ ആണ്. ഇതിന്റെ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിരിക്കുന്നത് ഒരേപോലത്തെ ബോക്സ് ആയിരുന്നു കേട്ടോ. അതെന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ പൊട്ടി മുളക് പൊടി ഇട്ടേക്കുന്നത്. അപ്പൊ പിന്നെ കുപ്പി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി. അപ്പൊ അത് പിന്നെ ഇത് ഇങ്ങനെ എന്താ പറയാ, പാത്രമൊക്കെ കഴുകി വെക്കാനുള്ള സ്ഥലമാണ്. ഞാൻ ഈ സിങ്ക് അധികം യൂസ് ആക്കാത്ത കാരണമാണ് ഇവിടെ ഇങ്ങനെ കഴുകി ഇങ്ങനെ വെക്കാനുള്ളതാണ്. ഞാൻ അങ്ങനെ വെക്കാറില്ല. അവിടെ കഴുകും, അവിടെ വെക്കും. പിന്നെ ഉണങ്ങാതെ കുറച്ചൊക്കെ എന്തെങ്കിലും കുറച്ച് താമസം എടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുള്ളൂ. അതേപോലെ ഇതൊക്കെ ഉണങ്ങിക്കണം, അതിങ്ങനെ മാറ്റി വെക്കണം ഇനി. അങ്ങനെ പിന്നെ ഇതില് ഒന്നുമില്ല. ഇതില് എന്താ പറയാ, സൂര്യന്റെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു മിക്സിംഗ് ബൗളുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ മുകളിലിരിക്കുന്ന സിപ്പ് ലോക്ക് കവറും, പിന്നെ മറ്റേ ഐസ്, നമ്മള് സ്റ്റിക്ക് ഐസ് ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ട് ഐക്കേന്ന് വാങ്ങിച്ച അതുമാണ്. അത് മുകളിലിരിക്കുന്നത് സിപ്പ് ലോക്ക് കവറാണ്. 2 സൈസിലുള്ള സിപ്പ് ലോക്ക് കവറാണ്. അപ്പൊ അതൊക്കെ. പിന്നെന്താ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു, കഴിഞ്ഞില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്യാബിനെല്ലാം എങ്ങനെയോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചില്ലേ. അധികം ഇങ്ങനെ കൺജസ്റ്റഡ് ആയിരുന്നല്ല, ഒരുപാട് സ്ഥലമില്ലേ, ഇനിയും കുറേ സ്ഥലമുണ്ട് ഇനിയും. അപ്പൊ ഇനി നമ്മളിങ്ങനെ പിന്നീടല്ലേ നമ്മൾ പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളതെല്ലാം ആദ്യം തന്നെ വാങ്ങിക്കില്ലല്ലോ. പിന്നെ ഓരോ വർഷങ്ങൾ കഴിയും തോറും ചിലപ്പോൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് ഉള്ളതെല്ലാം ആവുമായിരിക്കും. കുറേ സ്ഥലം ഒഴിഞ്ഞു കിടക്കണില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.